നട്രാജ് എന്ന നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ദുരന്തം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പോലും അവിടെ വിഷ്വൽ മീഡിയ ചാനൽ പ്രവർത്തകരെത്തി ഈ പടക്ക നിർമ്മാണത്തിന്റെ പുരോഗതിയുടെ വിഷ്വൽസ് എടുത്തിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ മീഡിയ വൺ സ്ക്രീനിൽ കാണുന്നത്. ഇന്നിപ്പോൾ ഈ ഉഗ്രസ്ഫോടനം നടന്ന അതേ സ്പോട്ടിലെത്തി ചാനലുകൾ ഇന്നത്തെ രാവിലത്തെ ഈ തയ്യാറെടുപ്പിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ പടക്കങ്ങൾ കൈകൊണ്ട് മാനുവലി നിർമ്മിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതിലേർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ കാണാം. ഈ കാണുന്ന തൊഴിലാളികൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇന്ന് രാവിലെ ഈ സ്പോട്ടിൽ നടന്ന പടക്ക നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോക്കൂ, അവിടെ ഗുണ്ടടക്കം കതിനയടക്കമുള്ള ഉഗ്രശേഷിയുള്ള പടക്കങ്ങളൊക്കെ കൈകൊണ്ട് ഹാൻഡ്മെയ്ഡായി നിർമ്മിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരു പക്ഷേ അത്ര സുരക്ഷിതമല്ലാത്ത രീതിയിൽ ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇതിപ്പോൾ മുമ്പെങ്ങും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ആശ്വാസത്തിന് പുറത്തായിരിക്കണം വീണ്ടും ഈ രീതിയിൽ അത്ര സുരക്ഷിതമല്ലാത്ത രീതിയിൽ ജോലി തുടരുന്നത്. പക്ഷേ ഏത് സമയവും ഇങ്ങനൊരു അപകടം നമ്മൾ മുൻകൂട്ടി കാണണമായിരുന്നു. അങ്ങനെ കൈകൊണ്ട് നിർമ്മിക്കുകയാണ്. ഇത്രയും വലിയ പടക്കങ്ങൾ നോക്കൂ, വലിയ കതിനയും ഗുണ്ടുമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയുള്ള പടക്കങ്ങളാണ് അവിടെ നിർമ്മിച്ചു കൊണ്ടിരുന്നത്. ആ പടക്ക നിർമ്മാണ യൂണിറ്റുകളിലാണ് 11 യൂണിറ്റുകളിൽ ഒരേ സമയം ഉഗ്രസ്ഫോടനം ഉണ്ടാകുന്നു. 11 യൂണിറ്റുകളും കത്തി നശിച്ചിരിക്കുന്നു. അവിടെ എത്ര പേർ ആ സമയം ജോലി ചെയ്തിരുന്നു എന്ന് നമുക്കറിയില്ല. അതിൽ ആരൊക്കെയാണ് മരണത്തിന് കീഴടങ്ങിയതെന്ന് അറിയില്ല. ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം നേരിട്ട് ഏൽപ്പിക്കുന്ന ജോലിക്കാരല്ല ഇവർ. അതിൻ്റെ ആ ശബ്ദങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാൻ തോന്നുന്നു.